ഇപ്പോൾ കോഴിക്കോട്ടെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട ടി സിദ്ദിഖ് എംഎൽഎയും KPCC ജനറൽ സെക്രട്ടറി PM നിയാസും മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം. കുട്ടികളും ബിസിനസ് ആവശ്യങ്ങൾക്ക് കടന്നു വരുന്ന ആളുകൾ ഉൾപ്പെടെ വ്യാപാരികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആളുകൾ തടിച്ചുകൂടുകയും പ്രസ്തുത ഷോപ്പിൽ തന്നെ വരുന്ന സാഹചര്യവുമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഗ്നിരക്ഷാ സേനയ്ക്കും പോലീസിനും കടന്നു വരാനുള്ള എൻട്രി പരിപൂർണമായി ആ കെട്ടിടത്തിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു എന്നുള്ളതാണ്. ആരാണ് ഈ കെട്ടിടം ഈ തലത്തിൽ മാറ്റാൻ അനുവാദം കൊടുത്തത്? കോഴിക്കോട് കോർപ്പറേഷൻ പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന്റെ മറുപടി അതാണ്. ഒരു കെട്ടിടത്തിന് ഫയർ സിസ്റ്റം ഉണ്ടോ? ഫയർ എക്സിറ്റും അതുപോലെ ഫയർ മാനേജ്മെന്റ് പ്ലാനും അതിന്റെ ബ്ലൂ പ്രിന്റും ഉണ്ടാകും. അഗ്നിരക്ഷാ സേനാ ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഫയർ എക്സിറ്റിന്റെയും അനുബന്ധ കാര്യത്തിന്റെയും ബ്ലൂ പ്രിന്റ് ചോദിച്ചിട്ട് കൊടുക്കാൻ കോഴിക്കോട് നഗരസഭയ്ക്ക് സാധിച്ചിട്ടില്ല. സമ്പൂർണമായി വെള്ളത്തിന് പോലും അടിച്ച് ഉള്ളിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ സമ്പൂർണമായി അത് കൊട്ടിയടച്ചു. ഇതിനാരാണ് അനുവാദം കൊടുത്തത്? കോഴിക്കോട് നഗരഹൃദയത്തിൽ സ്വന്തം കണ്ണിന് തൊട്ടു താഴെ, മൂക്കിന് താഴെ, കണ്ണിന്റെ മുമ്പിൽ ഇത്രയും ഗുരുതരമായിട്ടുള്ള നഗ്നമായ കെട്ടിട നിർമ്മാണ ചട്ടലംഘനം ഉണ്ടായിട്ട് ഒരക്ഷരം ഉരിയാടതെയും ഒരു നടപടി സ്വീകരിക്കാതെയും ഈ ഗുരുതരമായ കൃത്യവിലോപത്തിന് കൂട്ടുനിന്നത് കോഴിക്കോട് കോർപ്പറേഷനാണ്. ഇന്നലത്തെ തീപിടുത്തം ക്ഷണിച്ചു വരുത്തിയതിലെ ഒരു പ്രധാന പ്രതി ഈ നഗ്നമായ നിയമലംഘനങ്ങൾക്ക് പണം വാങ്ങി കൂട്ടുനിന്നതായിരിക്കുന്ന കോഴിക്കോട് കോർപ്പറേഷനാണ്. ഇന്നലെ അവസാനം JCB ഉപയോഗിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാണ് അനധികൃതമായിട്ടുള്ള ഈ ഭാഗങ്ങൾ മുഴുവൻ പൊളിച്ചു നീക്കിയത്. അത് മണിക്കൂറുകൾക്ക് ശേഷം പോലീസിന് കയറാൻ പറ്റിയില്ല, അഗ്നിശമന സേന സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് കയറാൻ പറ്റിയിട്ടില്ല, ആർക്കും കയറാൻ പറ്റിയിട്ടില്ല. ഫയർ ഓഡിറ്റിംഗ് ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ച് ഓരോ വർഷവും നടത്തേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കെട്ടിടത്തിൻ്റെതുൾപ്പെടെ കോഴിക്കോട് നഗരത്തിലെ ഫയർ ഓഡിറ്റിംഗ് നടത്തിയതിന്റെ വിവരം പുറത്തുവിടാൻ നഗരസഭ കോർപ്പറേഷൻ തയ്യാറാകണം. ഫയർ ഉദ്യോഗസ്ഥന്മാരും ജില്ലാ ഫയർ ഓഫീസറും തയ്യാറാകണം. കോഴിക്കോട് നഗരത്തെ കവർ ചെയ്യുന്ന ഫയർ ഫൈറ്റിംഗ് പ്ലാൻ കോഴിക്കോട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഫയർ ഉദ്യോഗസ്ഥന്മാരുടെയും സാന്നിധ്യത്തിൽ ജില്ലാ കലക്ടർ ഉൾപ്പെടെ എല്ലാവരും ചേർന്ന് തയ്യാറാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിരിക്കുന്ന സമയം കഴിഞ്ഞു. നിർഭാഗ്യവശാൽ 50 കൊല്ലക്കാലമായി കോഴിക്കോട് കോർപ്പറേഷൻ CPM ഭരിക്കുകയാണ്. ഞങ്ങൾ രാഷ്ട്രീയം പറയല്ലേ ഈ സന്ദർഭത്തിൽ. പക്ഷെ ഭരിക്കുന്നവർക്കുണ്ടാകേണ്ട ഒരവധാനതയുടെ ഒരംശം ഇവർ പ്രകടിപ്പിച്ചിട്ടില്ല.
40 കൊല്ലക്കാലമായി കോഴിക്കോട് കോർപ്പറേഷന്റെ പരിധിയിൽ 40 വർഷം മുമ്പ് ആരംഭിച്ചതായിരിക്കുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷനുകൾ മാത്രമേ കോഴിക്കോട് നിലവിലുള്ളൂ. അതിനുശേഷം വാഹനങ്ങൾ എത്ര മടങ്ങ് വർദ്ധിച്ചു, ജനസംഖ്യ എത്ര മടങ്ങ് കൂടി, എത്ര മടങ്ങ് വ്യാപാര സ്ഥാപനങ്ങൾ വർദ്ധിച്ചു. 100 മടങ്ങോളം വ്യാപാര സ്ഥാപനങ്ങൾ കൂടി. 40 നിലയുള്ളതായിരിക്കുന്ന പുതിയ കെട്ടിടങ്ങൾ നിരവധി വന്നു. 40ഓളം നിലയുള്ള കെട്ടിടങ്ങൾ. വാഹനങ്ങളുടെ ആധിക്യം 100 മടങ്ങോളം കൂടി. ജനസംഖ്യയും അതുപോലെ വർദ്ധിച്ചു. പക്ഷേ ഫയർ സിസ്റ്റം മാത്രം വർദ്ധിച്ചില്ല. അൻപത് ഇരട്ടിയാണ് വാഹനങ്ങൾ കൂടിയത്.